ലോകമെമ്പാടും ശ്രദ്ധ നേടിയ കന്നഡ ചിത്രം കാന്താരയിലെ ദൈവകോലത്തിന്റെ സിഗ്നേച്ചറായ അലർച്ച സിനിമ കണ്ടവരാരും മറക്കില്ല. സിനിമ കണ്ടിറങ്ങിയാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ അലർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ഇപ്പോൾ താരം. ലോകമെമ്പാടും ശ്രദ്ധ നേടിയ കന്നഡ ചിത്രമായ കാന്താരയിലെ ദൈവകോലത്തിന്റെ സിഗ്നേച്ചറായ അലർച്ച സിനിമ കണ്ടവരാരും മറക്കില്ല. സിനിമ കണ്ടിറങ്ങിയാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ അലർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മലയാളിയാണ്. പ്രശസ്ത സംഗീതജ്ഞൻ MG രാധാകൃഷ്ണന്റെ മകനും ദേശീയ സംസ്ഥാന പുരസ്കാര ജേതാവുമായ സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണനാണ് സിനിമയിലെ ദൈവിക അലർച്ച ഡിസൈൻ ചെയ്തത്. ഈ ശബ്ദം ഒരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ അല്ലെന്നതാണ് കൗതുകകരമായ കാര്യം. കാന്താരയിലെ ദൈവകോലത്തിന്റെ ശബ്ദത്തിനു പിന്നിലെ കൗതുകങ്ങൾ ഇൻസ്റ്റഗ്രാമിലെ 2 മിനിറ്റ് ടേക്ക് പേജിൽ വിശദമാക്കുന്നുണ്ട്. ഭക്തനെ പഞ്ചുരുളി ആവേശിക്കുമ്പോഴാണ് ഈ അലർച്ചയുടെ ശബ്ദം വരുന്നതെന്നാണ് 2 മിനിറ്റ് ടോക്കിൽ പറയുന്നത്. അതിനായി നിലവിലുള്ള ശബ്ദങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ചലഞ്ച്. വളരെ ദൈവികമായ അതേസമയം തന്നെ ഭക്തി, ഭയം, ദൈവികത, ആദിമ സങ്കല്പങ്ങൾ, വന്യമായ ചിന്തകൾ ഇതെല്ലാം ഒറ്റ ശബ്ദത്തിൽ വരണം. എന്നാൽ ഇത് ഒരൊറ്റ ശബ്ദമല്ല, പല ലെയറുകളായി പല ശബ്ദങ്ങൾ മിക്സ് ചെയ്തതാണ്. വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള മുരൾച്ച പോലെയൊരു സൗണ്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ശബ്ദങ്ങൾ നമ്മുടെ അടിവയറ്റിൽ ഫീൽ ചെയ്യും. കാറ്റിന്റെ വികലമായ ശബ്ദങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു അമാനുഷികമായ അനുഭവം ഉണ്ടാകും. പിന്നെ കാള, കടുവ ഇങ്ങനെ ചില മൃഗങ്ങളുടെ പല ഫ്രീക്വൻസിയിലെ ശബ്ദം എടുത്ത് മിക്സ് ചെയ്തു. കാന്താര കൂടുതൽ ഭാഗവും നടക്കുന്നത് കാട്ടിലാണ്. അപ്പോൾ കാട്ടിലെ ചില ശബ്ദങ്ങൾ എടുത്ത് അതിൻ്റെ ചില റിവേർബ്, മാറ്റുലികൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ ദൈവകോലത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ അടക്കം തുറന്നു പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.